സീറ്റുകൾ എത്ര നൽകുന്നു എന്നുള്ളതിലല്ല കാര്യം, പകരം അഭിമാനമാണ് വലുത്. പാർട്ടിയെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു മുന്നണിക്കകത്തെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് CPI UDFിൻ്റെ പക്ഷത്തേക്ക് ചേക്കേറാൻ തയ്യാറാകുന്നത്. മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യം ഇനിയും ഈ രീതിയിൽ പോകുമ്പോൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല എന്ന ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് ഇതിനകത്തെ ഏറ്റവും വലിയ പ്രാധാന്യം. അതുമാത്രമല്ല, CPI നേതാക്കളെ പുലഭ്യം പറയുന്ന രീതിയിലാണ് CPMൻ്റെ പലരും പ്രവർത്തിക്കുന്നത്. ഇത്രയും നാളും കണ്ടില്ല എന്ന് നടിച്ചു, പക്ഷെ അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗോവിന്ദ മാസ്റ്റർക്കും ഒന്നും പറയാനില്ല. CPMൻ്റെ കണ്ണൂർ ലോബി കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അവർ ഇച്ഛിക്കുന്നത് പോലെയാണ് LDFിൽ കാര്യങ്ങൾ നടത്തേണ്ടത്. CPI പറഞ്ഞാൽ ആർക്കും ഒന്നും കേൾക്കാൻ പോലും താല്പര്യമില്ല. ഇന്നലെ വന്ന ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് പോലും CPIയേക്കാൾ വലിയ വില കൊടുക്കുന്ന അവസ്ഥ. പിന്നെ എങ്ങനെ പ്രതികരിക്കാതെ ഇരിക്കും? സ്വാഭാവികമല്ലേ? കോൺഗ്രസിലേക്ക് ചേക്കേറേണ്ടതിൻ്റെ കാലം അടുത്തിരിക്കുന്നു എന്ന് CPIക്ക് അതുകൊണ്ടൊക്കെയാണ് തോന്നിയത്. KE ഇസ്മായിൽ നിരന്തരമായി പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്: LDFിൽ CPI തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ദേശീയ തലത്തിൽ വന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ കേരളത്തിലും CPI എടുക്കേണ്ടതാണ്. അത് തുടരുന്നില്ലെങ്കിൽ CPIM ഇപ്പോൾ കാണിക്കുന്നതിൻ്റെ ഇരട്ടിയിലധികം രീതിയിൽ അവജ്ഞതയും അവഗണനയും എല്ലാ രീതിയിലും കാണിക്കും. CPIM വർഗീയ ശക്തികളുടെ കൈപ്പിടിയിലായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വർഗീയ ശക്തികൾക്ക് വേണ്ടി ഏത് രീതിയിലും വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി തൻ്റെ മകളുടെ കേസിന് വേണ്ടി BJP നേതൃത്വത്തിൻ്റെ കാല് പിടിച്ചപേക്ഷിക്കുന്ന രീതിയിൽ സ്വന്തം കുടുംബത്തെ വേട്ടയാടാതിരിക്കാൻ BJPക്ക് എന്ത് സൗകര്യങ്ങളും കേരളത്തിൽ ചെയ്തു കൊടുക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത വ്യക്തി, ഇതേ വർഗീയതയെ കൂട്ടുപിടിച്ച് അധികാരത്തിലെത്താൻ ഏത് രീതിയിലുള്ള കളി കളിക്കാനും മുഖ്യമന്ത്രിക്ക് മടിയില്ല. സ്വാഭാവികമായും നേരിൻ്റെ പക്ഷത്ത് നിൽക്കേണ്ടത് ഞങ്ങളുടെ ധാർമ്മിക ബോധമാണെന്ന CPIയുടെ തിരിച്ചറിവാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. LDFിൽ നിന്നാൽ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ കിട്ടുമായിരിക്കാം, പക്ഷേ അതിൽ കാര്യമില്ല. കൂടുതൽ സീറ്റിലും അള്ളുവെച്ച് പരാജയപ്പെടുത്തും. തൃശ്ശൂരിൽ പരാജയപ്പെടുത്തിയതുപോലെ നിരവധിയായ മണ്ഡലങ്ങളിൽ അങ്ങനെ തന്നെ ആയിരിക്കും CPIക്കെതിരെ കൃത്യമായ രാഷ്ട്രീയ നീക്കം നടത്താൻ CPIM തയ്യാറാകുന്നത്. അവർക്ക് ഒരൊറ്റ മാനദണ്ഡമേ ഉള്ളൂ: അവരെ എതിർക്കുന്നവർ ആരൊക്കെ എന്ന് വിചാരിച്ചാൽ സ്വന്തം പാർട്ടിക്കാർ എന്നുള്ള രീതിയല്ല. പിണറായി വിജയനെ ആരെതിർക്കുന്നു അത് CPMനെ എതിർക്കുന്നതിന് തുല്യം എന്ന രീതിയാണ്. പിണറായി വിജയൻ ഈസ് ഈക്വൽ ടു പാർട്ടി, പാർട്ടി ഈസ് ഈക്വൽ ടു പിണറായി വിജയൻ. ആ ഒരു ഇക്വേഷനിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ്റെയും മകൾ വീണ വിജയൻ്റെയും മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെയും കാര്യങ്ങൾ സംരക്ഷിക്കുക, അതിനുവേണ്ടിയാണ് പിണറായി വിജയൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ശശി അടക്കമുള്ളവർ ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്നത്. ഒരു വ്യക്തി ഒരു പ്രസ്ഥാനമാണ് എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി CPIMനെ തിരുത്താൻ കഴിയില്ല, ആർക്കും പറ്റില്ല. അത് മനസ്സിലാക്കി തന്നെ മുന്നണി വിടുന്നതാണ് മര്യാദ. അതിലേക്കാണ് ബിനോയ് വിശ്വം എത്തിച്ചേർന്ന് നിൽക്കുന്നത്.